പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഒരു കഷ്ണം മാങ്ങ ഉണ്ടെങ്കിൽ ചോറിനും കഞ്ഞിക്കും ഒക്കെ പറ്റിയ നല്ല പച്ച മാങ്ങ കൊണ്ട് ചമ്മന്തി ഉണ്ടാക്കാം. വളരെ കുറച്ച് ചേരുവകളേ ഉള്ളൂ. അത് മിക്സിയിലാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഞാനിവിടെ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്. ഇത്രയൊന്നും ആവശ്യമില്ല, കാരണം ഇത് അത്യാവശ്യം നല്ല പുളിയുള്ള മാങ്ങയായിരുന്നേ. ഇതിൻ്റെ ആ ഒരു ഞെട്ട് ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം പതിയെ ഇതൊന്ന് തൊലി ഒന്ന് ചെത്തിക്കളയാമേ. ഇതിലെ തൊലി ഇങ്ങനെ പതുക്കെ ചെത്തിക്കളയണം. അപ്പം നമ്മളിത് ഇതിൻ്റെ ഒരു കാൽ ഭാഗമൊക്കെ ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. കാരണം എന്ന് വെച്ചാൽ നല്ല പുളി ആയതുകൊണ്ട് തന്നെ പതുക്കെ ശ്രദ്ധിച്ച് വേണം നമ്മളിത്, കൈ ഒന്നും മുറിയാതെ വേണം തൊലി ഇങ്ങനെ ചെത്തിയൊക്കെ എടുക്കാനായിട്ട്. എന്നിട്ട് ഇതേ ഒരു കഷ്ണം മുറിച്ചിങ്ങനെ എടുക്കുവാണേ. അതിൻ്റെ ഒരു മാങ്ങാണ്ടിയോട് ചേർത്ത് നമ്മളിങ്ങനെ മുറിച്ചെടുക്കണം, കാരണം ആ ഒരു ഭാഗത്താണ് നല്ല പുളിയുള്ളത്. അങ്ങനത്തെ ഞാൻ ഇത്രയും എടുത്തിട്ടുണ്ട്. നമ്മളിത് കട്ട് ചെയ്ത് നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട്, കാരണം ചിലപ്പോൾ ചതഞ്ഞതെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ കേടായതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റണം. ഇനി മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 8-10 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ 2 കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാങ്ങ ഒന്ന് മുറിച്ചിട്ട് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇത് മൊത്തം ഞാൻ ഇട്ട് കൊടുക്കുന്നതിൻ്റെ ഇതിൻ്റെ ഒരു പകുതി മുക്കാൽ ഭാഗം ചേർത്ത് കൊടുത്തിട്ട് അരച്ച് നോക്കിയിട്ട് നമുക്ക് പുളി കുറവാണെന്നുണ്ടെങ്കിൽ ബാക്കിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ ഒരു ചമ്മന്തിക്ക് നമ്മൾ വാളംപുളിയൊന്നും അരയ്ക്കുന്നില്ല. അങ്ങനത്തെ ഇത്രയും മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ എടുക്കാം. ഒരു ചെറിയ തേങ്ങയുടെ അരമുറിയോളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പറ്റുമെങ്കിൽ ഒരാൾക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ നോക്കണേ. ഇനി പാകത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നല്ല എരിവുള്ള മുളക് പൊടി വേണം ചേർത്ത് കൊടുക്കാനേ. പിരിയൻ മുളക് ചേർക്കണമെന്നുണ്ടെങ്കിൽ ചമ്മന്തിയുടെ കളറങ്ങ് മാറിപ്പോവും, ചുമന്നായി പോവും. ഇതേപോലെ എരിവുള്ള പാണ്ടിമുളക് പൊടിച്ചതാണെങ്കിൽ ഒരു ലൈറ്റ് റോസ് കളറിലുള്ള ചമ്മന്തി നമുക്ക് കിട്ടും. അങ്ങനെ ഒന്ന് കറക്കി എടുത്തപ്പോഴത്തേക്കും എനിക്ക് ഉപ്പും പുളിയും കുറച്ച് കുറവായെന്ന് തോന്നിയുകൊണ്ട് ഞാനൊരു ഇച്ചിരി ഉപ്പും പിന്നെ അതുപോലെ തന്നെ കുറച്ച് മാങ്ങ ഉണ്ടല്ലോ ബാക്കി നമ്മൾ വെച്ചിരുന്നത് അതും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ഇത് കറക്കി എടുത്തിട്ടുണ്ട്. ചമ്മന്തിയുടെ പരുവം പോലെ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഒതുക്കി അരച്ചെടുക്കണം. അപ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ നല്ല അടിപൊളിയാണ്. പൊതിച്ചോറിൻ്റെ കൂടെയൊക്കെ വെക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ആ വാഴയിലയുടെ മണവും ആ ഒരു ചോറും എല്ലാം കൂടി ചേർന്നിരിക്കുമ്പോൾ ഇത് കഴിക്കാൻ നല്ല അടിപൊളിയാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ നമുക്ക് നോക്കാം, ഉപ്പും പുളിയും എരിവും എല്ലാം പാകത്തിനായിട്ടുണ്ട്. ചമ്മന്തി പിന്നെ നമ്മൾ അരച്ച് കഴിഞ്ഞാലൊന്ന് ഉരുട്ടി ഒതുക്കിയെടുക്കണം. അതിപ്പം നമ്മൾ അരകല്ലിൽ അരച്ചാലും മിക്സിയിൽ അരച്ചാലും അതുപോലെ തന്നെ ഇങ്ങനെ ആക്കിയെടുക്കണേ. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാറായി. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട കൂട്ടുകൂടണേ. വേറൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.